വളരെ നല്ലൊരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സ്കെയിലപ്പിന് ഞാൻ ഭാഗമായി. അന്ന് എന്നോട് നജീബ് ഖാൻ അങ്ങനെ ഒരു ടോക്ക് തന്നപ്പോൾ വളരെ പേടിയോടുകൂടിയായിരുന്നു ഞാൻ അത് ഏറ്റെടുത്തത്. പക്ഷെ അത് വലിയൊരു മാറ്റം വന്നു. ആ സ്പീച്ചിനെ 3 ലക്ഷം ആളുകളിലേക്ക് എത്തി. അതുവഴി ഒരുപാട് ഫ്രാഞ്ചൈസി എൻക്വയറികൾ വന്നു, ഒരുപാട് കണക്ഷൻസ് വന്നു, 30ഓളം കോളേജുകളിൽ പോയി സംസാരിക്കാൻ കഴിഞ്ഞു. അതുവഴി എൻ്റെ ബ്രാൻഡ് എനിക്ക് വളർത്താൻ കഴിഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമത്തെ ഈ എഡിഷനും വലിയ രീതിയിൽ ഇന്ത്യയിൽ മാറ്റം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മൗസിയുടെ ഫ്യൂച്ചർ പ്ലാൻ ഇതാണ്. ഞങ്ങൾ ഒരു 8 രാജ്യങ്ങളിലേക്ക് ഇതിനെ എത്തിക്കുക. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു ഇപ്പോൾ അവിൽ മിൽക്ക് എന്ന് പറയുന്ന സാധനം കൊണ്ട് ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ സ്വീകരിക്കാൻ ഒരു പേടിയുണ്ടാവും, ആൾക്കാർക്ക് മടിയുണ്ടാവും. അപ്പോൾ ഞങ്ങളതിനെ ഒരു ബനാനൻ്റെ ബ്രാൻഡാക്കിയിട്ടാണ് ഞങ്ങളിതിനെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവഴി ആളുകൾ വരുമ്പോൾ നമ്മളെ മലപ്പുറത്തിൻ്റെ അവിൽ മിൽക്കിനെ അവർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കും. ഒരു വട്ടം കഴിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബനാന ബ്രാൻഡാക്കി ഞങ്ങൾ പ്ലാൻ. നമ്മളെ കളറെ കോപ്പി അടിക്കാൻ കഴിയുള്ളൂ. അത് മൗസി എന്ന് പറഞ്ഞത് എൻ്റെ ഒരു പാഷനാണ്. പാഷൻ ഒരാൾക്കും കോപ്പി അടിക്കാൻ കഴിയൂല. അതാണ് ഇതിലുള്ളൊരു യാഥാർത്ഥ്യം. നമ്മളൊരു ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആളുകളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്, നമ്മൾ യൂണീക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൊണ്ട് വരിക. ഇപ്പോൾ ഒരു പൗലോ കൊയ്ലോൻ്റെ ഒരു വാക്യമുണ്ട്, ഞാൻ നീയാകാൻ ശ്രമിച്ചാൽ ഞാൻ നീയുമാകില്ല ഞാനുമാകില്ല. അതാണ് പറയാനുള്ളത്. ഇനി തുടർച്ചകൾ ഉണ്ടാവണം. ഒരുപാട് എൻ്റർപ്രണേഴ്സിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സ്കെയിലപ്പാണ്. ഇങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണ പോലെ ചെറിയ ഒരു നാട്ടിൽ നിന്ന് ഒരുപാട് എൻ്റർപ്രണേഴ്സ് ഉണ്ടാവും.